ഇന്നത്തെ ടോപ്പിക് വിമോചന സമരത്തെക്കുറിച്ച് ആണ്. കേരള രൂപവൽക്കരണത്തിന് ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് 1957 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി നടന്നു. 126 അംഗങ്ങളുള്ള ആദ്യ നിയമസഭ 1957 ഏപ്രിൽ 1 നിലവിൽ വന്നു. 5 സ്വതന്ത്രരുടെ പിന്തുണയോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തി. ഏപ്രിൽ 5 ആദ്യ മുഖ്യമന്ത്രിയായി EMS സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം, ജന്മിക്കരം നിർത്തലാക്കൽ, കർഷക തൊഴിലാളികൾക്ക് മിനിമം കൂലി, കാർഷിക ബന്ധ നിയമം, പുതിയ വിദ്യാഭ്യാസ നയം എന്നിവ ചിലരെ അസ്വസ്ഥരാക്കി. പ്രതിപക്ഷ കക്ഷികളും ജാതിമത സമുദായ സംഘടനകളും സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ സമരം തുടങ്ങി. ഈ സമരമാണ് വിമോചന സമരം എന്ന് അറിയപ്പെടുന്നത്. 1959 മാർച്ച് 25 ജാതിമത സംഘടനകളും പ്രതിപക്ഷവും ചേർന്ന് സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരം തുടങ്ങിയത്. ക്രമസമാധാന നില തകർന്നിരിക്കുകയാണെന്ന് ഗവർണർ B. രാമകൃഷ്ണ റാവു കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകി. ജൂലൈ 31 ഭരണഘടനയുടെ 356 വകുപ്പ് പ്രകാരം സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടുകയുണ്ടായി. ഇന്ത്യയിൽ ആദ്യമായി കേന്ദ്രം പിരിച്ചുവിട്ട സംസ്ഥാന മന്ത്രിസഭയായിരുന്നു കേരളത്തിലേത്. ഇക്കാലത്ത് ഇന്ദിരാഗാന്ധിയായിരുന്നു കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷ.